സ്പോട്ട് ഡബിങ്ങിനായിട്ട് വരുന്നു ആദർശ് സുകുമാരൻ. അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള തിരിച്ചുവരവല്ലേ ഇത് അല്ലേ? അതെ. വരുത്തനില് അസലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നല്ല വൃത്തിയിട്ടവനായിട്ടല്ലേ? അസലായിട്ടുണ്ടായിരുന്നു. സീക്വൻസുകളെല്ലാം നന്നായിട്ട്. ദിലീഷ് ആണല്ലേ? ദിലീഷ് ബോധനാണ് സജസ്റ്റ് ചെയ്തത്. ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു എന്റെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞിട്ട്. അത് ശരി. അത് കണ്ടിട്ട് അമൽ സാർ, ദിലീഷ് സാറ് സജസ്റ്റ് ചെയ്ത് അമൽ സാർ വിളിച്ചതാണല്ലേ? ഗംഭീരായിരുന്നു. താങ്ക് യു. കോമഡി ഉത്സവത്തിൽ നിന്ന് ഒരാളും കൂടി എത്തിയെന്നുള്ളത്. താങ്ക് യു. ആർക്ക് വേണ്ടിയ സ്പോട്ട്? ഇന്ന് ഒരു സ്റ്റോറി പോലെ മിഥുൻ ചേട്ടൻ ഒരു ട്രിബ്യൂട്ടാണ്. ശരി. ചെയർമാൻ ജയേഴ്സ് കിടിലൻ കോമഡി ഉത്സവം പവർഡ് ബൈ നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സ് ആൻഡ് സ്നോ സ്റ്റോമിൽ. ഇനി അടുത്ത് സ്പോട്ട് ഡബിംഗ്. ഞാനാ ഫെലിക്സ്. എനിക്കൊന്ന് കാണണം. ആരായാലും കുറച്ച് കഴിഞ്ഞു വരൂ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇനി ചിലപ്പോൾ വരാൻ സമയം കിട്ടിയെന്ന് വരില്ല. എനിക്ക് പറയാനുള്ള കേട്ടാ മതി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ശ്രീധരേട്ടന്റെ മീൻ ലോറിയുടെ ഡ്രൈവറായിട്ടാ ഞാൻ തുടങ്ങുന്നത്. ഈ സിറ്റിയില് ശ്രീധരേട്ടൻ വിചാരിച്ച നടക്കാത്തായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലായപ്പോ അയാളോട് ഒരു ആരാധന തോന്നി. അതുകൊണ്ട് അയാൾ പറഞ്ഞ പണിയെല്ലാം ഞാൻ ചെയ്തു. വീട്ടുപണിയാണോ? അലക്കിയും തുളച്ചും തേച്ചും എനിക്ക് മടുത്തു. ഇത്രയൊക്കെ അനുഭവിച്ചെനിക്ക് തന്നോട് സ്നേഹം തോന്നണോ? പറ. എന്റെ ജീവിതം വെച്ച് കളിക്കണ്ടായിരുന്നു കൊച്ചവേ. തന്നോട് എനിക്ക് ദൈവം ചോദിക്കും. വരുവാ. വിഷയത്തിലേക്ക് പറയാം. പക്ഷെ അതിനു മുമ്പ് വീട്ടിൽ നിന്ന് വ്യക്തമായിട്ട് എനിക്ക് ഉറപ്പ് കിട്ടണം. ഈ എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ ലഭിച്ചിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ചാനലിനാ. செவந்த புள்ள யாரு என்ன பேசுறாங்க, அவ என்ன சொல்லி பேசுறாங்க, யாரு என்ன பேசுறாங்க, அவ என்ன சொல்லி ஏசுனாங்க. ഇനി അടുത്ത കോമഡി ഉത്സവത്തിൽ കാണാം. Till then, take care and bye. Lens and Frames കിടിലൻ കോമഡി ഉത്സവം powered by Silkon and Kerala Matrimonial. ഇനി മിമിക്രി കോമ്പറ്റീഷൻ നടത്തുന്നു പ്രവീൺ കുമാർ ആൻഡ് ജയേഷ്. ജയേഷ് എവിടെ വീട്? തൃശ്ശൂരാണ്. അവിടെ എന്ത് ചെയ്യുന്നു? പെയിന്റിംഗ്. ഓക്കെ. ആരൊക്കെ ലിസ്റ്റിലുള്ള? ഗണേഷ് കുമാർ, ജനാർദ്ദനൻ, പ്രകാശ് രാജ്. പ്രവീൺ കുമാർ എവിടെയാണ് വീട്? സുൽത്താൻ ബത്തേരിക്കടുത്ത് ചീരാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്ത് ചെയ്യുന്നു? ഞാൻ കോട്ടയത്ത് ഒരു മൊബൈൽ ഷോപ്പിൽ സർവീസാണ്, ഫോൺ റിപ്പയറിംഗ് ആണ്. അത് ശരി, കോട്ടയംകാരുടെ വേളമാണല്ലോ. ഓക്കെ. അപ്പോ ആരൊക്കെ ലിസ്റ്റിലുള്ള? രജനി സാറ്, കമൽ, അമിതാഭ് ബച്ചൻ സാർ. വെരി ഗുഡ്. എല്ലാ ലെജൻഡ്സ് അല്ലേ? ഓക്കെ, താങ്കളുടെ നമ്പർ പറയും. 1. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 1. ലിസ്റ്റിലുള്ള ആളിനെ തന്നെ കിട്ടി, ഗണേഷ് കുമാർ. കാര്യം നാടൻ കാളിദാസന്റെ വിക്രമോർവിഷയമാണെങ്കിലും സമകാലിക പ്രശ്നങ്ങൾ മുൻനിർത്തി പ്രമുഖ രാഷ്ട്രീയ കക്ഷിക്കെതിരെ ചില കുത്തുകളും കോളുകളും ഒക്കെ ഉണ്ട് അതിന്റെ ഡയലോഗുകളിൽ. ഭരണപക്ഷത്തെ യുവജനങ്ങൾ അത് സഹിക്കില്ല. കാശെടുത്തെറിഞ്ഞാൽ ഇളകാത്ത ധാർമ്മികരോഷം ഏത് രാഷ്ട്രീയ കക്ഷിയുണ്ട് നട്ടിച്ചായ. ഈ അവസ്ഥയിൽ മര്യാദയ്ക്ക് വിളിച്ചാൽ അരവിന്ദം വരില്ല. പ്രവീൺ കുമാർ നമ്പർ പറയും. 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. கடவுள் பாதி மிருகம் பாதி கலந்து செய்த கவிதை நான், வெளியே கடவுள் உள்ளே மிருகம் விளங்க முடியா கவிதை நான். மிருகம் கொண்டு கடவுள் மட்டும் வளர்கிறதே, ஆனால் கடவுள் கொண்டு குணமாய் கன்று மிருகம் வளர்க்க பார்க்கின்றாள். ഓക്കെ, നമ്പർ പറയൂ ജയേഷ്. നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. നിനക്കറിയില്ല. മരത്തല ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം, എന്നാലേ പ്രൊഫഷണൽ ഒരു പുള്ളിയും കിട്ടും. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു. പ്രവീണിന്റെ നമ്പർ 7.
ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. രജനി സർ, ലിസ്റ്റിലുള്ള എല്ലാം കിട്ടുന്നുണ്ട്. ഭാഷ എന്ന സിനിമയിലെ ഒരു മാസ് സീനാണ്. ഓക്കെ. எனக்கு ஒரு சண்டை இந்த பாஷாவுக்கு ஆண்டனுக்கு தான் சண்டை. பொதுமக்கள் இல்லை, அப்பாவி மக்கள் இல்லை. எனக்கு நல்லா தெரிஞ்சு போச்சு. ஏழு கோழை, ஒரு கோழிக்கிட்ட சண்டை போடுற இந்த மாணிக்காவுக்கு பிடிக்காது. கண்ணா நல்லவங்களே ஆண்டவர் சந்திப்பா, நிறைய கொடுப்பா, கைவிட மாட்டா. தெரியுதுல்ல? நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. സൂപ്പർ. ഓക്കെ. നമ്പർ ജയ്. നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. അല്ലൻ സിറൻ. നീ എന്റെ മോള് സോണിയാറ്റി എന്താടാ ബന്ധം? എടോ ഇതൊക്കെ ഒരു ജന്മവാസനയാ. അതില്ലാത്തവൻ ഇങ്ങനെ ഓരോ ശിഞ്ചികവും കൊണ്ട് നടക്കും. മനസ്സിലായോ? പോയിക്കോളും. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. കുഴപ്പമില്ല കേട്ടാ. ലാസ്റ്റ് നമ്പർ 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. കലാഭവൻ നാരായണൻ. മകളെ എന്നാണ് സുഹൃത്തെ, മിമിക്രി ഒരു കലയാണ്. പ്രതിഭകൾക്ക് മാത്രമേ എവിടെയും അവസരമുള്ളൂ. അതുകൊണ്ട് ഞാനൊരു സത്യം പറയാം. താങ്കൾ മറ്റൊരുത്തമാണ്. അതെന്താ? അതെനിക്കും അറിയില്ല. കുഴപ്പമില്ല കേട്ടാ. രണ്ടുപേരുടെയും 3 നമ്പർ. അമിതാഭ് ബച്ചൻ, കമലഹാസൻ, രജനീകാന്തുമായിട്ട് വന്ന ഒരാൾക്ക് നാരായണൻകുട്ടി ചേട്ടൻ എടുത്തു കൊടുത്താ പുള്ളി എന്ത് ചെയ്യും? നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. ചെറിയ തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ട്. പ്രജോട്ടാ പ്ലീസ് ഗോ. അപ്പോ ഇനി പ്രവീൺ കുമാർ ലിസ്റ്റിൽ ഒരൊറ്റ ആളേ ഉള്ളൂ. നേരത്തെ ബിഷാറിന്റെ പറഞ്ഞ അമിതാഭ് ബച്ചൻ. അത് കേൾക്കാം. अरे बच्चे, तुम्हारा बाप और भाइयों का माल वाला तुम्हें टबार करने का लाइसेंस नहीं देता. चमच पुलिस ऑफिसर का चुका सलाम करना कानून तुम्हारा वाला में, समझा? സൗണ്ട് കൊള്ളാം, പക്ഷെ പറഞ്ഞൊന്നും മനസ്സിലായില്ല. സംജാന്ന് വെച്ചപ്പോ മിഥുൻ ഒന്നുകൂടെ പറയാം. तुम्हारा बाप और भाइयों का मौत का बदला तुम्हें ठवार करने का लाइसेंस नहीं देता. चमच पुलिस ऑफिसर का चुका सलाम करना कानून तुम्हारा वाला में. അതാ സംഭവം. മനസ്സിലായോ? എനിക്ക് എന്റെ അതല്ല, അനുകരിക്കുമ്പോഴേ പുള്ളി നമ്മളോട് വർത്താനം പറയുന്ന പോലെ നമ്മൾക്കൊന്നും ഹിന്ദി മനസ്സിലാകണമില്ല. അല്ല, നമുക്കൊന്നും മനസ്സിലായില്ലേലും മേശരിക്ക് മനസ്സിലായി. സംജാന്ന് പറഞ്ഞില്ല, അത് നമുക്ക് മനസ്സിലായി. സംജാൻ നല്ല സാധനമായിരുന്നു. സംജാന്ന് പറഞ്ഞ സംജാന്ന് പറഞ്ഞാൽ ഞാൻ ഇതോടുകൂടി ഈ പണി നിർത്തുക എന്നുള്ളതാണ്. ഹിന്ദിയൊക്കെ പഠിച്ച് ബംഗാളിനെ അപ്പോ ജയേഷിന്റെ ലിസ്റ്റിൽ ഇനി പ്രകാശ് രാജ്. என் தங்கச்சி ஏமாத்தி கல்யாணம் பண்ணிக்கிட்டு எதுவுமே தெரியாத மாதிரி நடிக்காத. இது பாரு, இது வரைக்கும் ஒன்று நான் விட்டு கொடுத்த என் தங்கச்சி கேத்தா மரியாதையா ரெஜிஸ்டர் மேரேஜ் சர்டிஃபிகேட் எல்லாம் என்கிட்ட கொடுத்த பிரியாவை நான் ராஜிகத் செய்து கொண்டேன். என்னை எடுத்து கையெழுத்து போடுறால. ജനാർദ്ദനൻ കമ്മട്ടിപ്പാടത്തിലെ ഡയലോഗ്. കമ്മട്ടിപ്പാടത്തിലെ ദുൽഖറിന്റെ ഡയലോഗ് ജനാർദ്ദനൻ പറഞ്ഞു. അതേടാ, ഞങ്ങളൊക്കെ പാവങ്ങളെ, തെരുവ് പട്ടികൾ കുടവുകളില്ല, ചത്താലും ഞങ്ങൾ ഒറ്റക്കെട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നത് കമ്മട്ടിപ്പാടത്തിന്റെ ചതിപ്പില്. അത് കെട്ടിപ്പടുത്ത സിമന്റും കല്ല് കൊണ്ടൊന്നുമല്ല, കട്ട പിടിച്ച ചോര കൊണ്ട, ഗംഗയുടെ ചോര. സൂപ്പർ.